വായനാ സംസ്കാരത്തിന്റെ മാർഗദർശിയാകാൻ കഴിഞ്ഞിട്ടുള്ള അഭിമാനത്തോടൊപ്പം ഓരോ പടവിലും ഒപ്പം നിന്ന് അക്ഷര കൂട്ടായ്മയ്ക്ക് വേണ്ടി ആത്മാർപ്പണം നടത്തുവാൻ ഞങ്ങളെ സഹായിച്ച എല്ലാവരോടുമുള്ള നന്ദിയും കടപ്പാടും ഓർത്തുകൊള്ളട്ടെ. ഇങ്ങനെയൊരു മഹാപ്രസ്ഥാനത്തിന് ആരംഭം കുറിക്കാനും അതിനെ മലയാളിയുടെ സാംസ്കാരിക മണ്ഡലത്തിന്റെ നിത്യസാന്നിധ്യമാക്കാനുമുള്ള ചാലക ശക്തിയായ DC കിഴക്കേമുറിയുടെ ധന്യസ്മരണ നിറഞ്ഞു നിൽക്കുന്ന അന്തരീക്ഷത്തിൽ 30ാം വാർഷികാഘോഷങ്ങളുടെ നാന്ദി കുറിക്കുകയാണ്. അക്ഷരപൂജയോടെ ആരംഭിക്കുന്ന ഈ ചടങ്ങിലേക്ക് എല്ലാ സുമനസ്സുകളെയും ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഈ ചടങ്ങിൽ അക്ഷരപൂജ നടത്തുന്നത് സോപാന സംഗീതത്തിന്റെ കുലപതിയായ ഞെരളത്ത് രാമപൊതുവാളിന്റെ മകൻ ഞെരളത്ത് ഹരിഗോവിന്ദൻ.
ദൂരക്കാഴ്ചയും കഠിനാധ്വാനവും അതിലുപരി പ്രസ്ഥാനത്തോടുമുള്ള ഭ്രാന്തമായ ആവേശവുമാണ് ആവശ്യത്തിൻ്റെയും കഥയാണ് അദ്ദേഹം തുടക്കം കുറിക്കുകയും ഏറ്റെടുത്ത് പ്രവർത്തിക്കുകയും ചെയ്ത നാഷണൽ ബുക്ക് സ്റ്റോൾ, സാഹിത്യ പ്രവർത്തക സഹകരണ സംഘം, കോട്ടയം പബ്ലിക് ലൈബ്രറി, പിന്നെ ഇന്ന് നാം ഈ കാണുന്ന DC ബുക്സ്. 30 വർഷം ഒരു നീണ്ട കാലയളവിലെന്ന് ഞങ്ങൾക്കറിയാം. എങ്കിലും ഞങ്ങൾ സഹപ്രവർത്തകരുടെ കൂട്ടായ്മയും സാങ്കേതിക മികവും സാമൂഹിക പ്രതിബദ്ധതയും അതിനിടെയുള്ള ഉന്നത ഗുണനിലവാരവും അതിലുപരി DC ബുക്സ് കുടുംബത്തിലെ അംഗങ്ങളായ എഴുത്തുകാരുടെയും വായനക്കാരുടെയും സഹൃദയരുടെയും അകമഴിഞ്ഞ സഹനത്തിലൂടെയാണ് ഈ പ്രസ്ഥാനം ഇത്രയും എത്തി നിൽക്കുന്നത്. നൂതനമായ ആശയങ്ങൾ, ശാഖകൾ, മേഖലകൾ എന്നിവ വികസിപ്പിക്കുന്നതിലും പുതിയ എഴുത്തുകാരെ കണ്ടെത്തുന്നതിലും പ്രശസ്ത എഴുത്തുകാരുടെ ഗ്രന്ഥങ്ങൾ കൂടുതലായി പ്രചരിപ്പിക്കുന്നതിലും DC ബുക്സ് പ്രതിജ്ഞാബദ്ധമാണ്. നവീനമായ പല പ്രവണതകളും ഇന്ത്യൻ പ്രസാധന വിപണന രംഗത്ത് പരീക്ഷിച്ചത് DC കിഴക്കേ മുറിയും DC ബുക്സുമാണ്. ഇന്ത്യൻ ഭാഷകളിൽ ആദ്യമായി DTP സംവിധാനം കൊണ്ടുവന്നതും ബൃഹത് ഗ്രന്ഥങ്ങൾ സാധാരണക്കാർക്ക് താങ്ങാവുന്ന രീതിയിൽ റീപബ്ലിക്കേഷൻ, ഹോം ലൈബ്രറി സ്കീം, ബുക്ക് ക്ലബുകൾ, ബുക്ക് ഇൻസ്റ്റാൾമെന്റ് സ്കീം, പുസ്തകശാല ഇവയെല്ലാം ഇതിൽ ചിലത് മാത്രം. ഇന്ന് പുസ്തകം മലയാളികളുടെ വീട്ടിലെത്തിക്കുവാൻ, വായന പ്രോത്സാഹിപ്പിക്കുവാൻ അനവധി രീതികൾ DC ബുക്സ് അവലംബിച്ചിട്ടുണ്ട്. ഒട്ടുമിക്ക പട്ടണങ്ങളിലും പുസ്തകശാലകൾ, വിദേശ മലയാളികൾക്കായി ഓൺലൈൻ ബുക്ക് ഷോപ്പ്, കുട്ടികളുടെ വായനാശീലം വളർത്തുന്നതിനായി വായനക്കൂട്ടങ്ങൾ, ഇപ്പോൾ പുതിയ പരീക്ഷണമായി VIP കിഡ്സ് എന്ന കുട്ടികളുടെ പുസ്തകശാല, ഏറ്റവും നല്ല ഗ്രാമീണ വായനശാലയ്ക്കുള്ള DC കിഴക്കേ മുറി ഫൗണ്ടേഷൻ നൽകുന്ന DC പുരസ്കാരം തുടങ്ങി അനവധി കാര്യങ്ങൾ. കേരളത്തിൽ എന്നല്ല ഇന്ത്യയിൽ തന്നെ ഒരു പ്രസ്ഥാനശാലയ്ക്കും ഇല്ലാത്തതുപോലെ 35ഓളം ശാഖകൾ ഞങ്ങളുടെ പുസ്തകങ്ങളെ റീച്ച് കൂട്ടുന്നു. ഗ്രന്ഥകർത്താക്കളോടുള്ള ഞങ്ങളുടെ കടമ ഭംഗിയായി നിർവഹിക്കാൻ ഇത് മറ്റാരേക്കാളും ഞങ്ങൾക്ക് സഹായമായി നിൽക്കുന്നു. ഇന്ത്യയിൽ ആദ്യമായ ഒരു പുസ്തക പ്രസിദ്ധീകരണശാലയ്ക്ക് ISO അംഗീകാരം കിട്ടിയത് ഞങ്ങൾക്കാണെന്ന് പറയുന്നതിൽ അതിയായ അഭിമാനമുണ്ട്. ഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ പബ്ലിഷേഴ്സിന്റെ നല്ല ഗുണമേന്മയ്ക്കുള്ള അവാർഡുകൾ ഏറ്റവും കൂടുതൽ ഇന്ത്യയിൽ കിട്ടിയതും DC ബുക്സിനാണ്. പ്രസ്ഥാനത്തിന്റെ വളർച്ച മാത്രം ലക്ഷ്യമാക്കി പ്രവർത്തിക്കുന്ന ഒരു വലിയ സമൂഹം DC ബുക്സിന് പിന്തരമായി എപ്പോഴും ഉണ്ടെന്നുള്ളത് ഞങ്ങൾക്കെന്നും മുമ്പോട്ട് പോകാൻ ധൈര്യം പറയുന്നു. ഇന്ന് ഇന്ത്യയിൽ അറിയപ്പെടുന്ന 5 പ്രസാധകർ ഒന്നാകാൻ സാധിച്ചതും കഴിഞ്ഞ കൊല്ലം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പുസ്തകങ്ങൾ പ്രസിദ്ധീകരിച്ച പ്രസാധകരാൻ സാധിച്ചതും ഇതെല്ലാം കാരണമാണ്. DC ബുക്സിന്റെ 25ാം വാർഷികത്തിലും കരൺ ബുക്സിന്റെ 50ാം വാർഷികത്തിലും പിന്നീടും ഞങ്ങളുടെ അഭ്യുദയകാംക്ഷികളായ എഴുത്തുകാർത്തന്നെ തന്ന പ്രോത്സാഹനം ഞങ്ങൾക്ക് എന്നും പ്രചോദനമാണ്. ഇനി ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കാം. പ്രസാധകനും കലാകാരനുമായ ഡോക്ടർ MK മുനീറിനെയാണ് ഉദ്ഘാടന ചടങ്ങിനായി ആദ്യം ക്ഷണിച്ചതെങ്കിലും ഇന്നലെ അപ്രതീക്ഷിതമായി ഉണ്ടായ രാഷ്ട്രീയ സാഹചര്യങ്ങളാൽ കേരള മന്ത്രിസഭയിലെ ഒരു അംഗം കൂടിയായ ഡോക്ടർ MK മുനീറിന് ചടങ്ങിൽ എത്തിച്ചേരാൻ സാധിച്ചില്ല. ഇന്ന് ഈ ചടങ്ങിൽ അധ്യക്ഷത വഹിക്കുന്നത് DC ബുക്സിന്റെ സ്ഥാപകനും എൻ്റെ പിതാവുമായ ശിശുവിനെ DC കിഴക്കേ മുറിയെ കുറിച്ച് ഓർമ്മ പങ്കുവെക്കുന്നത് ശ്രീ TN ജയന്തൻ IAS ആണ്. DC കിഴക്കേ മുറിയോടുള്ള വ്യക്തിപരമായ അനുഭവവും ബന്ധവും അതിലുപരി ഈ പ്രസ്ഥാനത്തിന്റെ വളർച്ചയിൽ എന്നും അഭിമാനമുള്ള ശ്രീ TN ജയന്തനെ പ്രത്യേക ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. മലയാളത്തിന്റെ കവി ശ്രീ ONV കുറുപ്പാണ് ഈ 30ാം വാർഷികാഘോഷങ്ങൾ ഉദ്ഘാടനം ചെയ്യുന്നത്. വിശ്വസാഹിത്യകാരൻ രവീന്ദ്രനാഥ ടാഗോറിന്റെ ഗീതാഞ്ജലി അടിസ്ഥാനമാക്കി കവിതാ മുഖോപചയ വരച്ച ചിത്രങ്ങളുടെ പ്രദർശനം DC ആക്കിയാൽ അദ്ദേഹം നിർവഹിച്ചു കഴിഞ്ഞു. ഗീതാഞ്ജലിയുടെ മലയാള പരിഭാഷയും കവിതാ മുഖോപചയ ചിത്രങ്ങൾ അടങ്ങിയ പ്രത്യേകത്തിന്റെ പ്രകാശവും ശ്രീ ONV കുറുപ്പാണ് നിർവഹിക്കുന്നത്. അദ്ദേഹത്തെ ഈ വേദിയിലേക്ക് സസന്തോഷം സ്വാഗതം ചെയ്യുന്നു. ഡോക്ടർ B. ഇക്ബാലാണ് ഗീതാഞ്ജലിയുടെ പ്രത്യേക പതിപ്പിന്റെ ആദ്യ പ്രതി സ്വീകരിക്കുന്നത്. കേരള യൂണിവേഴ്സിറ്റി മുൻ വൈസ് ചാൻസലറും ഞങ്ങളുടെ ഗ്രന്ഥകർത്താവ് കൂടിയായ ഡോക്ടർ B. ഇക്ബാലിനെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കോട്ടയത്തിന്റെ കളക്ടറായ ശ്രീമതി റാണി ജോർജ് IAS ആണ്. റാണി ജോർജ് IAS ഇന്ന് ഇവിടെ 2 കർത്തവ്യങ്ങൾ നിർവഹിക്കുന്നുണ്ട്. VIP കിഡ്സ് പുസ്തകശാലയിലെ ആദ്യ വിൽപ്പനയും ഒപ്പം ഈ ചടങ്ങിന് ആശംസകൾ അർപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. ഈ 2 ചടങ്ങിലേക്കും ശ്രീമതി റാണി ജോർജ് IASനെ സ്വാഗതം ചെയ്യുന്നു. ഒപ്പം ഇന്നിവിടെ VIP കിഡ്സ് ബുക്ക് ഷോപ്പിന്റെ പുസ്തകശാല ഉദ്ഘാടനം ചെയ്ത കുഞ്ഞുമാഷാണ്
അനാരോഗ്യത്തിനിടയിലും അദ്ദേഹം കൂടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അദ്ദേഹം താഴെ ബുക്ക് തന്നെയുണ്ട്. അദ്ദേഹത്തിന്റെ അസാന്നിധ്യത്തിലും അദ്ദേഹത്തെ ഈ വീട്ടിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇനിയും ഞങ്ങൾ സ്വാഗതം പറയേണ്ടത് ഇന്നിവിടെ ഈ ചടങ്ങുകൾക്കായി എത്തിച്ചേർന്ന നിങ്ങൾ ഓരോരുത്തർക്കുമാണ്. DC ബുക്സിന്റെ അഭിനേകാംക്ഷികൾ, എഴുത്തുകാർ, വായനക്കാർ, പത്രപ്രവർത്തകർ, എൻ്റെ സഹപ്രവർത്തകരും കുടുംബാംഗങ്ങളും എല്ലാവർക്കും ഒരായിരം സ്വാഗതം, നന്ദി. ഇന്ന് DC ബുക്സിന്റെ 3 പതിറ്റാണ്ടിലേക്കുള്ള സുവർണ ദിനമാണ്. DC ബുക്സ് എന്ന് പറയുന്നത് വെറും ഒരു പ്രസാധന ശാലയല്ല. അത് ഒരു വലിയ ഒരു സൗഹൃദമാണ്. ഗ്രന്ഥകർത്താക്കളും വായനക്കാരും സഹൃദയരും എല്ലാം ചേർന്നാണ് ഒരു വലിയ സൗഹൃദത്തിൻ്റെ കേന്ദ്ര ബിന്ദുവാണ്. അതങ്ങനെ ആയിത്തീർന്നത് ഒരു സ്വാഭാവിക പരിണതിയായിരുന്നു. കാരണം അതിൻ്റെ സ്ഥാപനം DC കിഴക്കൻ വഴി പതിറ്റാണ്ടുകൾക്ക് മുൻപ് തൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളായ പ്രൊഫസർ ഇപ്പോൾ താലൂക്കിലാണ് നമ്പർ നമ്പറക്കി തുടങ്ങിയവരുമായി കൈകോർത്ത് ചെയ്യാറുണ്ട്. ഇന്ത്യയിൽ ആദ്യമായി എഴുത്തുകാർക്ക് വേണ്ടി എഴുത്തുകാർ നടത്തുന്ന സ്വന്തം പ്രസാധനശാല ഈ കോട്ടയത്ത് തുടങ്ങിയപ്പോൾ അതും ഒരു പ്രസാധനശാല എന്ന സങ്കല്പത്തിൻ്റെ രൂപം നൽകലായിരുന്നില്ല. അതൊരു വലിയ സൗഹാർദ്ദമായി വളർന്നു. പക്ഷേ ഏത് വളർച്ചയ്ക്കും പിന്നാലെ തളർച്ചകളുണ്ടാകും. ഏത് സൂര്യനും ഒരസ്തമയമുണ്ടാകും. ഏത് മഹാപ്രതിഭയ്ക്കും തന്നെ ഒരു ഡിസെൻഡിങ് ഫീൽഡ് ഉണ്ടാകും. അസ്തമന സൂര്യനിലേക്ക് പോലെ പടിഞ്ഞാറേക്ക് പോകുന്ന ഒരവസ്ഥയുണ്ടാകും. അങ്ങനെ ആ വലിയ സഹകരണ സംഘത്തിൽ നിന്ന് നേടിയ അനുഭവ പരിചയവും സമ്പത്തോടു കൂടിയാണ് DC ബുക്സ് ആരംഭിച്ചത്. അന്ന് അദ്ദേഹത്തിന് ഈ കേരളത്തിലെ അറിയപ്പെടുന്ന എല്ലാ എഴുത്തുകാരും അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ സുഹൃത്തുക്കളാണ്. അദ്ദേഹം അവരുടെ എല്ലാം അഭ്യുദയകാംക്ഷിയുമായി. അഭ്യുദയകാംക്ഷി എന്ന് പറഞ്ഞാൽ ആ എഴുത്തുകാരുടെ ജീവിതത്തിലേക്ക് കടന്നു ചെല്ലാനും അവരും ജീവിത പ്രശ്നങ്ങളുള്ളവരാണ് എന്ന് മനസ്സിലാക്കാനും ഒരു പ്രസാധകനെ സഹായിക്കാൻ കഴിയുന്ന പരമാവധി സഹായങ്ങൾ നൽകാനും അദ്ദേഹം ജാഗരൂകനായി നിത്യജാഗ്രത പുലർത്തി. അങ്ങനെയാണ് DC ബുക്സ് 10 ഗുണം 10 ഗുണം എന്ന് പറഞ്ഞതുപോലെ അതിൻ്റെ ബീജം തന്നെ വളരെ ശക്തമായ അടിവേരുകളിൽ നിന്ന് ഉയർന്നു വന്ന ഒരു ചെടിയുടെ തലപ്പത്തുണ്ടായ ഒരു തളിരും പൂവും അതിൽ നിന്നുണ്ടായ ഒരു കായും അതിൻ്റെ ബീജവുമാണ് ഈ സ്ഥാപനത്തിൻ്റെ അടിയിൽ. അതുകൊണ്ട് സ്വാഭാവികമായും നാം ഇവിടെ നിന്ന് സംസാരിക്കുമ്പോൾ നമ്മുടെ ഓരോ വാക്കും DCക്കുള്ള ഒരു സ്മരണാഞ്ജലിയാണ്, ഒരു ആദരാഞ്ജലിയാണ്, ഒരു ഗീതാഞ്ജലിയാണ്. അങ്ങനെ DC എഴുത്തുകാരുമായി വളരെ തുറന്ന് സംസാരിക്കുകയും, ഉദാഹരണം ഞാൻ പറയാം, NBSന്റെ ഒരു കോപ്പറേറ്റീവ് SPSCസിന്റെ ഒരു വലിയൊരു നേട്ടമായി പറഞ്ഞിരുന്നത് എഴുത്തുകാർക്ക് 30% പ്രൊവൈഡ് കൊടുക്കുന്നു എന്നാണ്. എന്നാൽ DC തുടങ്ങിയപ്പോൾ തന്നെ ഓരോ എഴുത്തുകാരനോടും ഞാനടക്കം പറഞ്ഞു 30% പ്രൊവൈഡ് കൊടുത്ത് ഒരു പ്രസാധനശാല നടത്തിക്കൊണ്ടുപോകാൻ സാധ്യമല്ല. 15% അതാണ് വളരെ ഒരു തുറന്ന പുസ്തകമായിരുന്നു DC. പക്ഷെ ആ 15% എന്ന് പറയുന്നത് ഞങ്ങൾ പലപ്പോഴും പറയും DCയുടെ 15% മറ്റു പലയിടത്തെയും 30%ക്കാൾ വലുതാണ്. കാരണം അത്ര കൃത്യമായിട്ടുള്ള കണക്കും അത്ര കൃത്യമായിട്ടുള്ള തീയതി കണക്കിനുള്ള അത് അയച്ചു നിൽക്കുന്ന അതിൻ്റെ പേയ്മെൻറ്റും ഒക്കെ വളരെ കൃത്യമായി അദ്ദേഹം കൃത്യനിഷ്ഠയോടെ തന്നെ ഒരാൾരൂപമായി. ഇവിടെ നിന്ന് ഞാൻ സംസാരിക്കുമ്പോൾ ഞാൻ എൻ്റെ വാച്ച് നോക്കുന്നത് DC ഓർത്തിട്ടാണ്. കാരണം 15 മിനിറ്റ് എന്നാണ് പരിപാടിയിൽ എനിക്ക് സമയം അത് കവിഞ്ഞു പോകാതിരിക്കാൻ ഞാൻ പ്രത്യേകം ശ്രദ്ധിക്കുന്നു. അത് അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയൊരു പരിഷ്കാരമാണ്. അതുപോലെ തന്നെ എല്ലാത്തിനും അദ്ദേഹം ഒരു സമയനിഷ്ഠയോട് കൂടിയിട്ട് പ്രവർത്തിക്കുന്നതിൽ വളരെയധികം ശ്രദ്ധിച്ചു. ഇങ്ങനെ നിരവധി മാനുഷിക ഗുണങ്ങളുടെ ഒരു ഒത്തുചേരലായിട്ടുണ്ടായിരുന്ന ഒരു മനുഷ്യന്റെ ദീർഘകാലത്തെ അനുഭവ പരിചയത്തിന്റെ ഒരു
വികാസ പരിണാമമായിട്ടുണ്ടായ ഈ സ്ഥാപനം 3 പതിറ്റാണ്ട് പിന്നിട്ടു എന്നുള്ളത് അതിൻ്റെ നേട്ടം എവിടെ എന്ന് ചോദിച്ചാൽ അതിൻ്റെ പ്രത്യക്ഷ ലക്ഷ്യം എന്ന് പറയുന്നത് നാം ഇവിടെ നിന്ന് പ്രസിദ്ധീകരിച്ച പുസ്തകങ്ങൾ മാത്രമല്ല, മറിച്ച് ഇന്ന് ഈ കേരളത്തിൽ ചെറിയ പ്രസാധനശാലകൾ പോലും DC-യുടെ മാതൃക സ്വീകരിച്ചു DC-യുടെ സഹകരണത്തിൻ്റെ ഓർമ്മയിലും വളർന്നു വരുന്നുണ്ട് എന്നതാണ്. അച്ചടിയുടെ നിലവാരം, പൊതുവെ പ്രസാധനത്തിൻ്റെതായ നിലവാരം, അതുപോലെ തന്നെ അത് മനുഷ്യന് എൻ്റെ കയ്യിൽ 1 or 2 കോപ്പിയുള്ള പുസ്തകങ്ങൾ തന്നെ DC-യുടെ പുതിയ പതിപ്പ് കാണുമ്പോൾ അത് വില കൊടുത്ത് വാങ്ങിക്കാൻ എന്നെ പ്രേരിപ്പിക്കുന്ന, ഏത് പുസ്തക പ്രേമിയെയും പ്രേരിപ്പിക്കുന്ന തരത്തിലുള്ള അതിൻ്റെ മനോഹരമായ പ്രസാധനം, അതിൽ തന്നെ ഒരു അന്തർദേശീയ നിലവാരം പുലർത്തുവാനുള്ള ശ്രമം, ഇതെല്ലാം ഇന്ന് DC ബുക്സിൻ്റെ സ്വന്തമായിട്ടുള്ളതാണ്. DC ബുക്സ് അതിന് മാർഗദർശിയാണ്. മറ്റൊന്ന് സാഹിത്യം മാത്രമല്ല, കുറേ കഥകളും കുറച്ച് കവിതകളും ഒക്കെ പ്രസിദ്ധീകരിച്ചുകൊണ്ടാണ് സഹകരണ സംഘം നേരത്തെ തുടങ്ങിയതെങ്കിൽ ഇന്ന് സൂര്യന് കീഴിലുള്ളതൊന്നും അന്യമല്ല എന്ന് പ്രഖ്യാപിക്കുന്ന തരത്തിലുള്ള എല്ലാ വിഷയങ്ങളും പറ്റിയുള്ള പുസ്തകങ്ങൾ പ്രസിദ്ധപ്പെടുത്തുന്ന ഒരു പുസ്തകശാലയായി മാറി. ശാസ്ത്രമെന്നോ അല്ലെങ്കിൽ ചരിത്രമെന്നോ അല്ലെങ്കിൽ സാമൂഹിക ശാസ്ത്രങ്ങളെന്നോ മാനവിക വിഷയങ്ങളെന്നോ സർഗാത്മക കൃതികളെന്നോ ഉള്ള വിവേചനമൊന്നും കൂടാതെ ഇവയ്ക്കെല്ലാം തന്നെ ഒരുപോലെ പ്രാധാന്യം കൊടുക്കുന്ന, ഒരുപോലെ ഒരു സമ വീക്ഷണത്തോടുകൂടി ഇവയെല്ലാം കൈകാര്യം ചെയ്യുന്ന ഒരു പ്രസാധനശാലയാണ്. അതുപോലെ പഴയ ക്ലാസിക്കുകളും ആധുനിക ക്ലാസിക്കുകളും വിശേഷിപ്പിക്കാവുന്ന തരത്തിൽ ജനങ്ങൾ വളരെയധികം സ്വീകരിച്ചതോ അല്ലെങ്കിൽ സമൂഹത്തിൽ വലിയ ചലനങ്ങൾ ഉണ്ടാക്കിയതോ ആയ പുസ്തകങ്ങളെല്ലാം തന്നെ ഇന്ത്യൻ ചക്രവാളത്തിൽ നിന്ന് തന്നെ സ്വീകരിച്ചു കൊണ്ടുവന്ന് നന്നായി പരിഭാഷപ്പെടുത്തി പ്രസിദ്ധീകരിക്കുന്ന പതിവ് DC-യുടെ സമാരംഭിച്ചു. വളരെ നേരത്തെ ഒരു യുദ്ധവും സമാധാനമോ അല്ലെങ്കിൽ ഒരു അന്നാക്കരിയോ ഒരു ശിക്ഷയോ അങ്ങനെ അല്ലെങ്കിൽ ഒരു വിക്ടറിയോ ഒരു പാവങ്ങളോ അങ്ങനെ കൈകൊണ്ടുണ്ടാകുന്ന ചില പുസ്തകങ്ങൾ മാത്രമേ ആ തരത്തിൽ നമുക്ക് മലയാളത്തിൽ നൽകുന്നില്ല. DC-യുടെ പ്രതിരൂപമായ രവി, എൻ്റെ ഗുരുവും സ്നേഹിതനും മാർഗദർശിയും ജ്യേഷ്ഠ സഹോദരനുമായിരുന്ന DC ശ്രീകേമയുടെ സ്മരണയ്ക്ക് മുമ്പിൽ ഞാൻ ആദ്യമായി ആദരാഞ്ജലികൾ. ഇന്ന് എനിക്കിവിടെ ചെറിയൊരു സ്ഥാനക്കയറ്റം നൽകപ്പെട്ടു എന്ന് നിങ്ങൾക്കറിയാം. ബഹുമാനപ്പെട്ട മന്ത്രി ശ്രീ മുനീർ ആണ് അധ്യക്ഷനാകേണ്ടിയിരുന്നത്. ഒരു പകരക്കാരനാകാൻ ഞാൻ യോഗ്യനല്ലെങ്കിലും ഞാനാണ് ഇന്ന് അധ്യക്ഷൻ. ആശ്വാസകരമായ ഒരു വർത്തമാനം ഈ സുദിനത്തിൽ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ എനിക്ക് താല്പര്യമുണ്ട്. ഞാനൊരു മന്ത്രിയാകാൻ ഉദ്ദേശിക്കുന്നില്ല. വേണമെങ്കിൽ കേരളത്തിലെ ഒരു വിദ്യാഭ്യാസ മന്ത്രിയായി 6 മാസക്കാലം ഭരിക്കാനുള്ള യോഗ്യത ഒക്കെ എനിക്കുണ്ട് എന്നാണ് എന്റെ വിശ്വാസം. എന്തായാലും ഞാൻ അതിന് ഇല്ല. അതിനൊരു കാരണം, വിശേഷിച്ചൊരു കാരണം, ഞാൻ രാഷ്ട്രീയത്തിൽ വരാതിരിക്കുന്നത് എന്തുകൊണ്ട് എന്ന ചോദ്യത്തിനൊന്നും പ്രസക്തിയില്ല. എങ്കിലും അതിനൊരു കാരണം ഞാൻ നേരത്തെ സൂചിപ്പിച്ച എന്റെ ഗുരുവായിരുന്ന DC കിഴക്കേമയുടെ വാക്കുകൾ തന്നെയാണ്. അദ്ദേഹം രാഷ്ട്രീയത്തെയും മതത്തെയും പറ്റി പറഞ്ഞത് രണ്ടിലും സജീവമായി പ്രവർത്തിക്കാൻ കൊള്ളില്ല. കാരണം രണ്ടും നിങ്ങളെ തല ഉയർത്തി നിൽക്കാൻ സമ്മതിക്കും. പ്രവർത്തിച്ച എല്ലാ രംഗങ്ങളിലും തല ഉയർത്തി നിന്നിരുന്ന ഒരാളാണ് DC കിഴക്കേമ. ആരുടെയും മുമ്പിൽ അദ്ദേഹം തല ഉയർത്തിയിട്ടില്ല, തല ഉയർത്തിക്കാൻ. അതുകൂടി ഇത്തരമൊരു വികാരത്തിന് പ്രേരണയാണ് എന്ന് വേണമെങ്കിൽ പറയാം. ആരായിരുന്നു എനിക്ക് DC കിഴക്കേമ എന്നുള്ളത് ഏതാനും വാക്കുകളിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചു. പക്ഷെ അത് എനിക്ക് DC-യെ കുറിച്ച് പറയാനുള്ളതിന്റെ ഒന്നുമാകുന്നില്ല. അദ്ദേഹം നമ്മിൽ നിന്ന് വേർപെട്ടതിന് ശേഷം പലപ്പോഴും ചെറുതും വലുതുമായ ലേഖനങ്ങൾ എഴുതി എനിക്ക് പറയാനുള്ളത് പ്രകാശിപ്പിക്കാൻ അപ്രകൽപമായ രീതിയിൽ ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. എങ്കിലും എന്താണ് അദ്ദേഹത്തെ പറ്റി പറയേണ്ടത് എന്ന് സത്യത്തിൽ എനിക്കറിയില്ല. 68 വയസ്സ് പിന്നിട്ട ഞാൻ മുതിർന്നതിന് ശേഷം, വീണ്ടും വിചാരം ഉണ്ടായതിനു ശേഷം ആയുസിൽ 2 പ്രാവശ്യം മാത്രമേ പൊട്ടിക്കരഞ്ഞിട്ടുള്ളൂ.
അതൊന്ന്, 80-ാം വയസ്സിൽ മരിച്ച എൻ്റെ അച്ഛൻ ക്യാൻസർ രോഗബാധിതനാണെന്നും 3 മാസക്കാലം മാത്രമേ തുടർന്ന് ജീവിക്കൂ എന്നും ഡോക്ടർമാർക്ക് എഴുതിയപ്പോഴാണ്. അന്ന് ഞാൻ കൊച്ചി തുറമുഖ ട്രസ്റ്റ് ചെയർമാനെ പരസ്യമായി കരയാൻ അവകാശമില്ല. അതുകൊണ്ട് ഈ വാർത്ത അറിഞ്ഞ ഉടനെ ഞാൻ ചെയ്തത് ഗസ്റ്റ് ഹൗസിൽ പോയി മുറിക്കകത്ത് കയറി വാതിലടച്ച് കിടക്കയിൽ കിടന്ന് പൊട്ടി കരയുകയാണ്. ആ ചിത്രം ഇന്നും എന്റെ മനസ്സിലുണ്ട്. രവീന്ദ്രനാഥ ടാഗോറിന്റെ ഗീതാഞ്ജലിയുടെ ജി ശങ്കരക്കുറുപ്പിന്റെ പ്രസിദ്ധമായ വിവർത്തനമാണ് ഇപ്പോൾ പ്രകാശിപ്പിക്കുന്നത്. DC ബുക്സിന്റെ 30-ാം വാർഷികം ആഘോഷിക്കുന്ന ഈ ചടങ്ങിൽ ഗീതാഞ്ജലിയുടെ പരിഭാഷ പ്രസിദ്ധീകരിക്കുന്ന ഈ ചടങ്ങിൽ പങ്കെടുത്തത് രവി അദ്ദേഹത്തിന്റെ സ്വാഗത പ്രസംഗത്തിൽ DC ബുക്സിന്റെ എഴുത്തുകാരനായി എന്നെ വിശേഷിപ്പിക്കുന്നത് വലിയൊരു അംഗീകാരമായിട്ട് 30-ാം വാർഷികം ആഘോഷിക്കുമ്പോൾ 30 വർഷം ഒരു ഇന്ത്യയിലെ പുസ്തക പ്രസിദ്ധീകരണ സംഘങ്ങളെ സംബന്ധിച്ച് നോക്കുമ്പോൾ വലിയൊരു കാലയളവാണ് അഖിലേന്ത്യാ. പക്ഷെ എങ്കിലും ഈ 30 വയസ്സിനെ അതിജീവിക്കുന്ന ഉല്ലംഘിക്കുന്ന ഒരു പക്വതയും DC ബുക്സിനുണ്ട്. ഒരു കാര്യം, DC ബുക്സ് 30 വർഷത്തിലെ അകാല വാർദ്ധക്യം പറഞ്ഞു. എന്റെ അച്ഛന്റെ പൈതൃകം ഉൾക്കൊണ്ടുകൊണ്ട് ഒരു നവചൈതന്യം തന്നെ DC ബുക്സിനുള്ള കഴിയുന്നു. എനിക്ക് ഈ സാഹചര്യത്തിൽ ഒത്തിരി കാര്യം ഓർമ്മ വരുന്നു. അതൊക്കെ നിങ്ങളുമായി പങ്കിടാൻ സമയക്കുറവുണ്ട്. ഒരുപക്ഷെ ഇവിടെ കൂടിയിരിക്കുന്ന സാഹിത്യകാരന്മാരുമായിട്ട് അടിച്ചു നോക്കുമ്പോൾ DC കുഴപ്പങ്ങളുമായി താരതമ്യേന കുറച്ച് ബന്ധപ്പെട്ടിട്ടുള്ള വ്യക്തിയാണ്. പക്ഷെ എനിക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ സർവകലാശാല വൈസ് ചാൻസലറുടെ കാലത്ത് തിരിഞ്ഞു നോക്കുമ്പോൾ 2 പ്രസിദ്ധീകരണങ്ങളാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും മികച്ച ഒരു നേട്ടമായിട്ട് ഞാൻ മനസ്സിൽ കൊണ്ടുവന്നത്. അതിലൊരു പുസ്തകം DC കിഴക്കമുറി എഴുതിയ പുസ്തകം തന്നെയാണ്. DC കേരള സർവകലാശാലയുടെ പ്രസിദ്ധീകരണ വിഭാഗം കേരളത്തിലെ സാഹിത്യ സാംസ്കാരിക നായകന്മാരുടേതായ ഒരു സീരീസ് ആണ്. അതിലൊരു പുസ്തകം DC കിഴക്കമുറി എഴുതാനാണ് ഏൽപ്പിച്ചത്. സ്വദേശാഭിമാനി രാമകൃഷ്ണയുടെ ജീവചരിത്രം. അദ്ദേഹം സമയബന്ധിതമായി അദ്ദേഹം കൃത്യനിഷ്ഠയുള്ള ആളാണ് എഴുതി കൊടുത്തത്. ഏറ്റവും അവസാനം അദ്ദേഹം ചരമടയുന്നതിന് ഏതാനും നാൾക്ക് മുമ്പ് സുഖമില്ലാതിരുന്ന അവസരത്തിൽ മറ്റൊരാളെ കൊണ്ട് പറഞ്ഞ് എഴുതിക്കുകയാണ്. സാധാരണ DC അങ്ങനെ പറഞ്ഞു കൊടുത്ത് എഴുതിക്കാറ്. അങ്ങനെ എഴുതിയാണ് അവസാനകാലത്ത് എഴുതിയ പുസ്തകം. പക്ഷേ സ്വാഭാവികമായും സർവകലാശാലയുടെ ഫയലുകളിൽ അത് മുഴുകിക്കിടക്കുന്നത് 2002 ജനുവരി മാസം ആദ്യമാണ്. ജനുവരി മാസം 12-ാം തീയതിയാണ് അദ്ദേഹത്തിന്റെ ജന്മദിനം. ഇങ്ങനൊരു പുസ്തകം അച്ഛൻ എഴുതിയിട്ടുണ്ട്. സർവകലാശാലയ്ക്ക് പ്രസിദ്ധീകരിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഈ ജന്മദിനത്തിൽ ഞങ്ങൾ പ്രസിദ്ധീകരിച്ചുകൊള്ളാം എന്ന് രവി എന്നെ വിളിച്ചു പറഞ്ഞപ്പോഴാണ് ഇങ്ങനെ കിടക്കുന്നത്. പക്ഷെ അതൊരിക്കലും ശരിയല്ല. സർവകലാശാല തന്നെ പ്രസിദ്ധീകരിക്കാൻ ഒരാഴ്ച കൊണ്ട് തന്നെ ഞങ്ങൾ 2002 ജനുവരി 12-ാം തീയതി പ്രസിദ്ധീകരിക്കുന്നുണ്ടായത് ഒരു പ്രധാനമായിട്ട്. രണ്ടാമത്തെ ഒരു സന്ദർഭം, ഞാൻ സംസ്ഥാന ആസൂത്രണ ബോർഡിൽ അംഗമായിരുന്ന കാലത്ത് ആദ്യമായിട്ട് സംസ്ഥാന ആസൂത്രണ ബോർഡിൽ പ്രിന്റ് മീഡിയയ്ക്ക് വേണ്ടി ടാസ്ക് ഫോഴ്സ് ഉണ്ടാക്കി. അതിൽ DC കിഴക്കമുറി ഒരു അംഗമായി. അംഗമായിരുന്ന കാലത്ത് അതൊരു വലിയൊരു എന്താ പറയുക, മലയാളത്തിലെ പുസ്തകങ്ങളെ സംബന്ധിച്ച് വിജ്ഞാന ശേഖരങ്ങളെ സംബന്ധിച്ചുള്ള ഒരു 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 ഒത്തിരി വിവരങ്ങളെ ലഭിച്ചത് DC യോഗത്തിൽ പങ്കെടുക്കുമ്പോഴാണ്. അതിൽ അദ്ദേഹം ശ്രദ്ധയപ്പെടുത്തിയ ഒരു കാര്യം, ഞങ്ങളെപ്പോലുള്ള സ്വകാര്യ പ്രസാധകർക്ക് പ്രസിദ്ധീകരിക്കാൻ കഴിയാത്തൊരു പുസ്തകമുണ്ട്. അത് ഒന്നുകിൽ ഗവൺമെന്റ് നേരിട്ട് ഫണ്ട് ചെയ്ത് പ്രസിദ്ധീകരിക്കേണ്ടതാണ്, അല്ലെങ്കിൽ സർവകലാശാലകൾ പ്രസിദ്ധീകരിക്കേണ്ടതാണെന്ന് അദ്ദേഹം ചൂണ്ടിക്കാണിച്ച ഒരു പുസ്തകമായിരുന്നു. അതിന്റെ മലയാള പരിഭാഷ പ്രസിദ്ധീകരിക്കണമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. പിന്നീട് സർവകലാശാല വൈസ് ചാൻസലറായി വന്നു കഴിഞ്ഞപ്പോൾ എന്റെ മനസ്സിലുണ്ടായി സാധാരണ ഇംഗ്ലീഷിലുള്ള പുസ്തകമാണ് മലയാളത്തിൽ ഇറങ്ങിയാൽ മതി. പിന്നീടാണ് ലാറ്റിനിൽ ഇറങ്ങിയ പുസ്തകമാണെന്ന് മനസ്സിലാക്കി സർവകലാശാല 12 വോളിയം ഇംഗ്ലീഷിൽ എഴുതാൻ പ്രസിദ്ധീകരിക്കാൻ എനിക്ക് ഒരു പ്രചോദനം നൽകിയത് DC കിഴക്കമുറിയാണെന്ന് ഞാനിവിടെ മനസ്സിലാക്കിയത്. മൂന്നാമത്തെ ഒരു സന്ദർഭം കൂടി സൂചിപ്പിക്കട്ടെ. കാരണം മലയാളത്തിൽ നമ്മൾ എത്ര പുസ്തകം എവിടെ പ്രസിദ്ധീകരിച്ചാൽ നിങ്ങൾ എഴുത്തുകാരനായിട്ട് അംഗീകരിക്കപ്പെടണമെന്നുണ്ടെങ്കിൽ DC ബുക്സ് പുസ്തകം പ്രസിദ്ധീകരിക്കാം.
DC ബുക്സിൽ പുസ്തകം പ്രസിദ്ധീകരിക്കുന്നതിന് മുമ്പ് ഞാൻ ധാരാളം എഴുതിയിട്ടുണ്ട്. അപ്പം അത് വളരെയേറെ കോപ്പികൾ ചെലവായി. അപ്പം ഔഷധങ്ങളെ സംബന്ധിച്ചുള്ള എൻ്റെ ഒരു പുസ്തകം 40,000 കോപ്പിയാണ് ഒരു വർഷം പ്രസിദ്ധീകരിച്ചത്. മറ്റു ഭാഷകളിലും കൂടെ പ്രസിദ്ധീകരിച്ചത്. പക്ഷെ കഷ്ടിച്ചു പോയാൽ ഒരു ശാസ്ത്ര പ്രചാരകനായിട്ടുള്ള ഒരു അംഗീകാരം കിട്ടും, എഴുത്തുകാരനായിട്ടുള്ള അംഗീകാരം കിട്ടും. അതിനൊരു ഭാഗ്യം വന്നത് ഇവിടെ മലയാള മനോരമയിൽ ഇന്റർനെറ്റ് വരുന്ന കാലത്താണ്, 1993-ലാണ്. അന്ന് ഇവിടെ ഇന്റർനെറ്റ് സൊസൈറ്റി, കോട്ടയം ജില്ലാ സൊസൈറ്റി ഉപയോഗിക്കാൻ മലയാള മനോരമ അങ്ങനെ യോഗം ചേർന്നപ്പോൾ അവിടെ ഇന്റർനെറ്റിനെ കുറിച്ച് ഞാൻ പുസ്തകം ഞാനൊരു വിവരസാങ്കേതിക വിദ്യാ വിദഗ്ധനല്ല, പക്ഷേ എങ്കിലും എൻ്റെ അറിവ് ഇറങ്ങിയപ്പോൾ DC കേൾക്കാൻ പോയി യോഗത്തിൽ പങ്കെടുക്കുന്നു. അദ്ദേഹം പറഞ്ഞു, ഡോക്ടർ അതിനെക്കുറിച്ച് പുസ്തകം എഴുതാൻ നിങ്ങൾ പ്രസിദ്ധീകരിക്കാം, എനിക്ക് അതിനെക്കുറിച്ച് വലിയ വിവരമില്ല, അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾ എഴുതുന്നത്. കാരണം ഈ വിദഗ്ധന്മാരെ പ്രസംഗിക്കുന്നത് കേട്ട് ഇത് തീരെ മനസ്സിലാകുകയാണെന്ന് കരുതി നിങ്ങൾ പറഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. അതുകൊണ്ട് നിങ്ങൾ എഴുതണം. അങ്ങനെയാണ് ശ്രീ രവീന്ദ്രനുമായി ചേർന്ന് DC ബുക്സിൽ അതിൻ്റെ പുസ്തകം ഞാൻ പ്രസിദ്ധീകരിച്ചു. പിന്നീട് ഏതാനും പുസ്തകങ്ങൾ ഞാൻ പ്രസിദ്ധീകരിച്ചു. സുഹൃത്തുക്കളെ, ഈ അവസരത്തിൽ എനിക്ക് തോന്നുന്നത് നമ്മുടെ കേരള തനിമ എന്നൊക്കെ പറയുന്നത് കേരളത്തിന്റെ പുതു പൈതൃകത്തിന്റെ ഭാഗമായി ഈ പ്രസാദ സംഘം മാറി. അതാണ് എനിക്ക് പ്രധാനപ്പെട്ടത്. മലയാളികളെ ഒന്നിപ്പിക്കുന്ന ഒത്തിരി കാര്യങ്ങളുണ്ട്. ഏറ്റവും പെട്ടെന്ന് നമുക്ക് വലിയ വിവാദമില്ലാതെ പറയാവുന്നത് യേശുദാസാണ്. യേശുദാസാണ് മലയാളം എവിടെയൊക്കെയാണെങ്കിൽ യേശുദാസിന്റെ കാര്യങ്ങൾ നമ്മളെ ബന്ധിപ്പിക്കുന്നത്. അല്ല, കേരള തനിമയുടെ ഭാഗമാണ് ടി പത്മനാഭന്റെ കഥകളും പോയമ്മ കുറുസാറിന്റെ കവിതകളും എന്നാണ് എനിക്ക് പറയുന്നത്. അതുപോലെ കേരള തനിമയുടെ ഭാഗമാണ് DC പുസ്തകം. അതാണ് സത്യത്തിൽ ഒരു സ്വകാര്യ പ്രസാദ സംഘം കേരള തനിമയുടെ തന്നെ ഭാഗമായി മാറുക എന്ന് പറയുന്നത് വളരെ അത്യപൂർവമായിട്ടുള്ള കാര്യമാണ്. അതാണ് ഇവിടെ സാധിച്ചിട്ടുള്ളത്. ആ പൈതൃകം നിലനിർത്താൻ എനിക്ക് കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് യോഗം ഉദ്ഘാടനം ചെയ്ത ശ്രീ OMV കുറുപ്പ് അവർകൾ, അധ്യക്ഷൻ ശ്രീ TN ജയചന്ദ്രൻ അവർകൾ, ഡോക്ടർ D ഇക്ബാൽ, ശ്രീ രവി DC, സാഹിത്യരംഗത്തെ പ്രമുഖർ, സദസ്യർ, DC ബുക്സിന്റെ 30ാം വാർഷിക വിവിധ പരിപാടികളോടെ ഇന്ന് ആഘോഷിക്കുകയാണ്. DC ബുക്സുമായി ശ്രീ DC കിഴക്കേമുറിയുമായി അടുത്ത ബന്ധമുള്ളവർ, അവരുടെ സ്മരണകൾ ഇവിടെ അയവിറക്കെ ഉണ്ടായിരുന്നു. അദ്ദേഹവുമായി അടുത്ത ബന്ധം ഇതുവരെ ഈ കഴിഞ്ഞ വർഷങ്ങളിൽ ഉണ്ടായിട്ടില്ലാത്ത ഒരു വ്യക്തിയാണ് ജില്ലാ കളക്ടറായ ഞാൻ. ജില്ലാ കളക്ടറായി കോട്ടയത്ത് വന്നിട്ടും 2 മാസമേ ആയിട്ടുള്ളൂ. നമുക്കെല്ലാം അറിയാം, വിശാലമായ അറിവിന്റെ ലോകം നമുക്ക് തുറന്നു തരുന്നത് പുസ്തകങ്ങളാണ്. മനുഷ്യരും പുസ്തകങ്ങളും തമ്മിൽ അഭേദ്യമായ ഒരു ബന്ധമാണുള്ളത്. മാനവ സംസ്കാരത്തിന്റെ പൈതൃകം പുസ്തകങ്ങളിലൂടെ വരുന്ന തലമുറയ്ക്ക് വേണ്ടി സൂക്ഷിച്ചു വെക്കുകയാണ് നാം. അതുപോലെ തന്നെ ജീവിതത്തിൽ, നമ്മുടെ എല്ലാം ജീവിതത്തിലെ ഒരു വഴികാട്ടി കൂടിയാണ് പുസ്തകങ്ങൾ. നമ്മുടെ ജീവിത ദർശനത്തെയും സ്വഭാവത്തെയും രൂപപ്പെടുത്തുന്നതിൽ വലിയ പങ്ക് വഹിക്കുന്നു പുസ്തകങ്ങൾ. സാഹിത്യ കൃതികളിലൂടെ നമ്മുടെ മനസ്സിനെയൊക്കെ തൊട്ടുണർത്താനും കഴിയുന്നു. ഇങ്ങനെയൊക്കെ നമുക്കെല്ലാം പ്രചോദനമായി തീരുന്ന പുസ്തകങ്ങൾ, അവയെ വായനാശീലമുള്ള ജനങ്ങളുടെ അടുക്കലേക്ക് എത്തിക്കുക, അവിടെയാണ് DC ബുക്സ് വിജയിച്ചിരിക്കുന്നത്. അങ്ങനെ 1974 സ്ഥാപിതമായ DC ബുക്സ് സാഹിത്യ ലോകത്തെ അല്ലെങ്കിൽ പുസ്തക പ്രേമികളുടെ തന്നെ സുഹൃത്തായി മാറി. DC ബുക്സിനെ ആ വിജയത്തിലേക്ക് എത്തിച്ചത് അതിന് ചുക്കാൻ പിടിച്ച ശ്രീ DC കിഴക്കേമുറിയായിരുന്നു. അദ്ദേഹം വിവിധ രംഗങ്ങളിൽ പ്രശസ്തനായിരുന്നു. സ്വാതന്ത്ര്യ സമര സേനാനി, നർമ്മബോധമുള്ള എഴുത്തുകാരൻ, അതുപോലെ തന്നെ ഗ്രന്ഥശാല പ്രസ്ഥാനത്തിന്റെ ശില്പികളിൽ പ്രമുഖൻ. അങ്ങനെ വിവിധ രംഗങ്ങളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹം. ഇതിനെല്ലാം പുറമെയാണ്
DC ബുക്സ് എന്ന പുസ്തക പ്രസാധന മഹാസാമ്രാജ്യം അദ്ദേഹം പടുത്തുയർത്തിയത്. ആ പ്രസാധന ലോകം ഇന്നും മറ്റ് പ്രസാധകരെക്കാളൊക്കെ മുന്നിലായി മലയാളികൾക്കെല്ലാം ഒരു പ്രിയങ്കരമായ പ്രസാധന ആയി മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. വേദിയിലെ മഹത് വ്യക്തികളെ, മാന്യ സദസ്യരെ, DC ബുക്സിന്റെ 30ാം വാർഷിക ആഘോഷം ഉദ്ഘാടനം ചെയ്യപ്പെട്ട ഈ യോഗത്തിൽ വേദിയിലിരിക്കുന്ന എല്ലാവരും തന്നെ DC ബുക്സിന് ഏറ്റവും വേണ്ടപ്പെട്ട മഹത് വ്യക്തികളാണ്. ഈ യോഗം ഭദ്രദീപം കൊളുത്തി ഉദ്ഘാടനം ചെയ്യുകയും ഗീതാഞ്ജലി എന്ന പുസ്തകത്തിന്റെ പ്രകാശനം നിർവഹിക്കുകയും ചെയ്ത നമ്മുടെ കവി ശ്രീ ONV കുറുപ്പ് സാറിന് DC ബുക്സിന്റെ പേരിൽ ഞാൻ ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുന്നു. ഈ ചടങ്ങിലെ അധ്യക്ഷത വഹിച്ച ശ്രീ TN ജയചന്ദ്രൻ സാറിനും DC ബുക്സിനുള്ള ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുന്നു. ഗീതാഞ്ജലി പുസ്തകം ഏറ്റുവാങ്ങുകയും നമ്മുടെ വാക്ക് സംസാരിക്കുകയും ചെയ്ത നമ്മുടെ ആദരണീയനായ ഡോക്ടർ B. ഇക്ബാൽ സാർ, അദ്ദേഹത്തിനും DC ബുക്സിന്റെ ഹൃദയംഗമായ നന്ദി രേഖപ്പെടുത്തുന്നു. നമ്മളോട് ഈ സുദിനത്തിൽ ആശംസകൾ നേർന്ന് സംസാരിച്ച നമ്മുടെ ബഹുമാന്യ കോട്ടയം കളക്ടർ ശ്രീമതി റാണി ജോർജ് IASനും DC ബുക്സിനുള്ള നന്ദി രേഖപ്പെടുത്തത്. ഈ ചടങ്ങിന്റെ അക്ഷര പൂജയിലൂടെ ധന്യമാക്കിയ കേരളത്ത് ഹരിഗോവിന്ദൻ അവർക്കും DC ബുക്സിനുള്ള നന്ദി രേഖപ്പെടുത്തുന്നു. കൂടാതെ ഈ സുദിനത്തിൽ ഞങ്ങളോടൊപ്പം ഈ ചടങ്ങിൽ സംബന്ധിച്ച നിങ്ങൾ ഓരോരുത്തർക്കും നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് നിർത്തുന്നു. ഉദ്ഘാടന സമ്മേളനം ഇവിടെ പൂർണ്ണമാകുന്നു. അടുത്തതായി DC ബുക്സിന്റെ കുട്ടികൾക്ക് വേണ്ടിയുള്ള പുസ്തകശാലയായ VIP ബുക്സിന്റെ ഉദ്ഘാടനമാണ്.